രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നൂഡിൽസ് ഉണ്ടാക്കാമെന്നുള്ള തീരുമാനമാണ് കേട്ടോ. ഇനിയിപ്പോൾ 3 പാക്കറ്റ് നൂഡിൽസ് എടുത്തിട്ടുണ്ട്. വേറെ 2 പേര് കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ചേർന്നിട്ട് 3 പാക്കറ്റ് നൂഡിൽസ് എടുത്തിട്ടുണ്ട്. നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ള ഐറ്റംസ് എന്തൊക്കെ വേണമെന്ന് നോക്കാം. നൂഡിൽസ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് പച്ചമുളക്, തക്കാളി, ക്യാരറ്റ്, ബീൻസ്, കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. നമുക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ നൂഡിൽസ് നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ നൂഡിൽസ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു പാക്കറ്റ് ഇട്ട് രണ്ടാമത്തെ പാക്കറ്റ് ഇടാം. മൂന്നാമത്തെ പാക്കറ്റ് ഇടാം കേട്ടോ. 3 പാക്കറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കാം, തിളയ്ക്കട്ടെ. അത് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം നിർത്താം കേട്ടോ. ഒന്ന് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി. ഓക്കെ, തക്കാളി പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ചെറിയ കുട്ടി പീസായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതേപോലെ പച്ചമുളകും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നൂഡിൽസ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വെള്ളം ഒന്ന് ഊറ്റിയെടുക്കാം. അപ്പോൾ ഊറ്റിയെടുക്കാനുള്ള പാത്രമാണിത്. ഓക്കെ, ചോറ് വാർക്കാനൊക്കെ വേണ്ടി ഉള്ള പാത്രമാണിത്. നൂഡിൽസ് ഈ പാത്രത്തിൽ ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ കളഞ്ഞു. അടുത്ത പ്രോസസ്സ് നോക്കാം. ബീൻസ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് പൊടിയായിട്ട് ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. പച്ചമുളക്, തക്കാളി, ബീൻസ്. നമുക്ക് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കട്ടെ. ഇതിലിങ്ങനെ ചെറിയ പീസസ് ആയിട്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. 2 ഉള്ളി എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കാം നമുക്ക്. ഉള്ളിയും കട്ട് ചെയ്തു. ഉള്ളി, ബീൻസ്, പച്ചമുളക്, തക്കാളി, ക്യാരറ്റ്, പിന്നെ നമ്മുടെ അടുത്തുള്ളത് കറിവേപ്പില. ഇനി അടുത്ത് നമുക്ക് പ്രിപ്പറേഷൻ തുടങ്ങാം. അപ്പോൾ കുക്കിംഗ് തുടങ്ങാണ്. ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് സ്റ്റവ് ഒന്ന് നമുക്ക് കൊളുത്താം. സ്റ്റവ് കൊളുത്തിയിട്ടുണ്ട്. സ്റ്റവ് ഓണാക്കിയിട്ടുണ്ട്. ഇനി ഒന്ന് ചൂടായതിന് ശേഷം എണ്ണ ഒഴിക്കാം കേട്ടോ. അത്യാവശ്യം കുറച്ചൊരു എണ്ണ മതിയേ, ലൈറ്റായിട്ട്. ഒന്ന് ചൂടായി വരുന്നുണ്ട്. ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ചൊരു എണ്ണ ഒഴിക്കാം. അതിട്ടോ, ലൈറ്റായിട്ട് മതിയേ. എണ്ണ ചൂടായിട്ടുണ്ട്. ഉള്ളി ഇടാം കേട്ടോ. എണ്ണ ചൂടായി, ഉള്ളി ഇട്ടു. ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ പച്ചമുളക് നമുക്ക് ആഡ് ചെയ്യാം. അതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം തക്കാളി ഒന്ന് ആഡ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് ഇതായിട്ടുണ്ട്. ഇനി പച്ചമുളക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. ബീൻസ് ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാം ഇട്ട് കൊടുക്കാം. ബീൻസ്, ക്യാരറ്റൊക്കെ എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക്. ഒന്ന് എല്ലാം നന്നായിട്ട് മിക്സാക്കി ഒന്ന് വെന്തതിന് ശേഷം മസാലപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുട്ട ഇടാം കേട്ടോ. പക്ഷെ ഇന്നിപ്പോൾ മുട്ട ഇടുന്നില്ല. ഇന്നിപ്പോൾ വെജിറ്റേറിയനാണ്. മുട്ട ഇടാതെ നമുക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ മസാലപ്പൊടി സാധാരണ ഈ പാക്കറ്റിലൊക്കെ അജിനോമോട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് ആ പാക്കറ്റ് ഉപയോഗിക്കാറില്ല. മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ മുളകിട്ടത് കൊണ്ട് മുളക് പൊടിയുടെ ആവശ്യമില്ല. എന്നാലും ലൈറ്റായിട്ട് ഒരു കളറിന് വേണ്ടിയിട്ട് ഒന്ന് തൂവി കൊടുക്കാറുണ്ട്.
മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ശരിക്കും നമുക്ക് കടയിൽ നിന്നൊന്നും വാങ്ങിക്കാതെ നാട്ടിൽ മില്ലിൽ കൊണ്ടുപോയി പൊടിച്ച് ഉപയോഗിക്കുന്നതാണ് നല്ലത് കേട്ടോ. ഒരു മസാലപ്പൊടി ഉപയോഗിക്കരുത്. വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ മസാലപ്പൊടി, രസപ്പൊടിയോ ചിക്കൻ മസാല, ബിരിയാണി മസാല, അതേപോലെ സാമ്പാർ പൊടി, ഫിഷ് മസാല ഒക്കെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ ശ്രമിക്കുക. കാരണം എല്ലാറ്റിലും മായെന്നാണ് നമ്മൾ കേൾക്കുന്നത്. ഏത് ബ്രാൻഡ് എടുത്താലും പ്രമുഖ ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ടാണ് പേപ്പറിൽ ന്യൂസ് വരുന്നത്. ഏത് ബ്രാൻഡെന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പോൾ അതൊന്നും ഉപയോഗിക്കാതെ നമ്മൾ തന്നെ മസാലയൊക്കെ പൊടിച്ച് മില്ലിൽ കൊടുത്ത് ഉണ്ടാക്കുക. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് അത്യാവശ്യം പൊടികളൊക്കെ ഇടാം. മല്ലിപ്പൊടി ലൈറ്റായിട്ട് കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ള് ജീരകപ്പൊടി, പിന്നെ പെരിഞ്ചീരകം ലൈറ്റായിട്ട് വന്നിട്ട് കുറച്ചൊരു സ്മെല്ലിന് വേണ്ടിയിട്ട്, പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇടാം. ഉപ്പ് ആവശ്യത്തിന് ഇടാം. കറിവേപ്പില ഇടാൻ വിട്ടുപോയിട്ടോ, കറിവേപ്പില ഇട്ട് കൊടുത്താലും മതിയേ. നമ്മൾ പൊടികളൊക്കെ ഇട്ടിട്ടുണ്ട്, ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഈ നൂഡിൽസ് ഇതിലേക്ക് മിക്സാക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നൂഡിൽസ് ഇങ്ങനെ വെള്ളം കളഞ്ഞെടുക്കുകയാണെങ്കിൽ, ഇങ്ങനെ ഊറ്റിയെടുക്കുകയാണെങ്കിൽ ആ ഒരു വഴുവഴുപ്പൊക്കെ ഒന്ന് പോയി കിട്ടും. പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ കടകളിലാണെങ്കിൽ നമ്മൾ കഴിക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള സോസ്, പിന്നെ സോയാ സോസ്, പിന്നെന്താണ് ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, അങ്ങനത്തെ ഒക്കെ ഒഴിച്ചിട്ട് ഒക്കെ ഈ പ്രിസർവ്ഡ് ഫുഡൊക്കെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. പ്രിസർവ്ഡ് ഫുഡ്, ആഡഡ് അഡിറ്റീവ്സ്, അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനം നമുക്കറിയാത്ത സാധനങ്ങളുണ്ടാകും. വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കുക, നമ്മുടെ സേഫ്റ്റിക്ക്. ഓക്കെ, ഇതിൽ വെറും നൂഡിൽസ് കഴിക്കാതെ അതിൻ്റെ കൂടെ തന്നെ നൂഡിൽസ് അധികം കഴിക്കാൻ പാടില്ല. ഇനി അതോ കഴിക്കുകയാണെങ്കിൽ മാക്സിമം പച്ചക്കറികൾ ആഡ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ കൂടെ കഴിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്നിട്ട് നൂഡിൽസ് പ്രിപ്പറേഷൻ കഴിഞ്ഞു. നന്നായിട്ടുണ്ടാവും തോന്നുന്നുണ്ട്, നോക്കാം. ഫ്രണ്ട്സ്, എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും നന്ദി. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം.